ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ഇന്ന് റംസൂന് എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പം തിരിച്ചു വരും. ഇന്നും കൂടെ ഉള്ളൂ നമ്മൾ പഠിക്കേണ്ട എക്സാമായിട്ടുള്ളത്. പിന്നെ ഇന്ന് റൈഹുനും മറൂസിനൊന്നും എക്സാമൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്താ വൈകിട്ട് അടുക്കളയിലോട്ട് കയറി. അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു സവാളയും ഒരു വഴുതനങ്ങയും ഒരു കായും പിന്നെ ഒരു തക്കാളി ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാമ്പാർ പരിപ്പും ചേർത്ത് സാമ്പാർ പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വിസിൽ ചെയ്തെടുത്ത് ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കത്തില്ലെങ്കിൽ പോലും നല്ല അടിപൊളി സാമ്പാർ നമുക്ക് തയ്യാറാക്കാം. ഈ കഷ്ണങ്ങൾ പോലും ഇട്ടില്ലെങ്കിലും നമ്മുടെ സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി സാമ്പാർ തയ്യാറാക്കാം. പിന്നെ എന്താ ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു മയണൈസ് തയ്യാറാക്കാണ്. 2 പുഴുങ്ങിയ മുട്ടയും 2 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഉപ്പും പഞ്ചസാര 1 ടീസ്പൂണും വിനാഗിരി ഒരു 1 ടേബിൾ സ്പൂണും ഓയിലും അതേപോലെ 1 ടേബിൾ സ്പൂണും കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണും പിന്നെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയ നല്ല അടിപൊളി മയണൈസ് നമുക്ക് കിട്ടും. പുഴുങ്ങിയ മുട്ട ആയതുകൊണ്ട് തന്നെ ആ പച്ച മുട്ടയുടെ സ്മെല്ലോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി മയണൈസാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് മയണൈസ് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ആയിട്ടുള്ള മയണൈസാണ് കേട്ടോ. പിന്നെ ഞാൻ ക്യാബേജ് ഇതേപോലെ നമ്മുടെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് 2 സൈഡിലൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് കിട്ടും. അപ്പോൾ ഇന്ന് എണ്ണയിലൊന്നും പൊഴിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കിയത്. പിള്ളേർക്കൊക്കെ എണ്ണയൊക്കെ കഴിച്ചിട്ട് വയറിനൊക്കെ ഒരു വേദനയെന്ന് പറഞ്ഞ് അപ്പോൾ എന്നാൽ പിന്നെ എണ്ണയിലൊന്നും പൊഴിക്കാതെ ഇന്ന് സാൻഡ്വിച്ച് എങ്ങാനും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർക്ക് സങ്കടമാണ്. പിന്നെ ഇതൊക്കെ തയ്യാറാക്കി. അതിനുശേഷം രാത്രി ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്ക് മാവൊക്കെ ഒഴിച്ച് ഇഡലിയൊക്കെ ചുട്ടെടുത്ത് നല്ല അടിപൊളി ഇഡലിയായിരുന്നു. അപ്പോൾ ഈ ഇഡലിയുടെ മാവ് എന്ന് പറയുന്നത് നമ്മൾ തലേന്ന് മസാല ദോശ ഇട്ടല്ലോ അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ടാണ് ഇഡലി തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് ഇഡലി കിട്ടിയത്. എൻ്റെ റംസുമാണ് ഇതിൻ്റെ മസാലയല്ല അരിയും ഉരുന്നുമൊക്കെ വെള്ളത്തിലിട്ടത്. അപ്പോൾ ഇനി അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അടിപൊളിയായിട്ടുള്ള ഇഡലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്കിന് അവിൽ മിൽക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുവും കൂടെ വറുത്ത് കോഴി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാമ്പാർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കടുവും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ വറുത്ത് ഇട്ടിട്ടുണ്ട് എണ്ണയിൽ, വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ എല്ലാവരും ഈസി സിമ്പിളായിട്ട് നമ്മുടെ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണ് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് സാൻഡ്വിച്ച് നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുക്കുമ്പോഴത്തേക്ക് ബ്രെഡ് അങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ നല്ല ഉണ്ടാക്കി ആ സമയത്ത് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കഴിക്കാൻ നേരത്തെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ മോള് കുറച്ച് നേരം ഒന്ന് പഠിച്ച് നാളെ എക്സാം ആയതുകൊണ്ട് പിന്നെ ഇഡലിയും സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ വെള്ള ചമ്മന്തിയും കൂടെ അരച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.